ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 55 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പുരാതന കാലത്ത് ഏഥൻസിലെ ഒരു ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവത്തിൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഓരോ ചുരുളിൽ രേഖപ്പെടുത്തി ദേവന്റെ മുമ്പിൽ തുറന്നു വെച്ചിരുന്ന പേടകത്തിൽ നിക്ഷേപിക്കുക പതിവായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പ്രയാസങ്ങൾ നീങ്ങി ആശ്വാസം ലഭിക്കുമെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ എല്ലാവരും പാലിക്കേണ്ടിയിരുന്ന ഒരു വ്യവസ്ഥ ഒരാളുടെ ചുരുൾ നിക്ഷേപിച്ച ശേഷം മറ്റേതെങ്കിലും ചുരുൾ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു. ആ ചുരുളിലെ ഭാരങ്ങൾ ചുരുൾ എടുത്തുകൊണ്ട് പോകുന്നവൻ ഏറ്റെടുക്കേണ്ടിയിരുന്നു. പല വർഷങ്ങളിലും മറ്റുള്ളവരുടെ ചുരുൾ പരിശോധിച്ച ശേഷം പലരും അവസാനം തങ്ങളുടെ ചുരുൾ തന്നെ മതി എന്ന് തീരുമാനിച്ച് അതും എടുത്തുകൊണ്ട് തിരികെ പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിലെ കുറിവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വഹിക്കുവാനായി നമ്മുടെ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ കർത്താവിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അവൻ നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിക്കുന്ന കർത്താവാണ്. ആ കർത്താവിൽ പരിപൂർണമായി ആശ്രയിപ്പാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന ആശ്വാസത്തിൻ്റെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിലും ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഏറി വരുമ്പോൾ ഞങ്ങളെ ചേർക്കുന്നതായിട്ടുള്ള ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വഹിക്കുന്നതായ കർത്താവിനെ എല്ലായ്പ്പോഴും മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.